വീഡിയോ ആയിട്ടാണ് വന്നിരിക്കുന്നത് അല്ലേ? അപ്പം ഞങ്ങളുടെ മുന്നിൽ കണ്ടോ വലിയൊരു ബോക്സ് ഉണ്ട്. ബോക്സ് എന്താന്നുള്ളത് കാണുമോ? ഇതെന്താ സംഭവം? എയർ ഫ്രയർ. നമ്മള് കുറച്ചായി ഇതിങ്ങനെ വാങ്ങിക്കണം എന്ന് എൻ്റെ ഒരു ആഗ്രഹം ഇങ്ങനെ തുടങ്ങിയിട്ട്. പക്ഷെ ഇത് യാദൃശ്ചികമായി നമ്മൾ വാങ്ങിച്ചതാണ് കേട്ടോ. ലുലുവില് പോയപ്പോ ഇതിനായിട്ട് പോയതല്ല, വേറെ ഷോപ്പിങ്ങിന് പോയതാ. അപ്പൊ ഇതെന്റെ ശ്രദ്ധയിലേക്ക് ഞാൻ അങ്ങനെ അവിടുന്ന് പോക്കിയതാണ്. ഈസി ആയിട്ട് കുറെ ഇതിന്റെ വീഡിയോസും കാര്യങ്ങളും ഞാൻ കുറച്ചായി കാണും. അപ്പൊ ഞാൻ എനിക്ക് അതിന്റെ ഒരു ആഗ്രഹം തോന്നാൻ തുടങ്ങിയിട്ട് കുറച്ചായി. അപ്പൊ നമ്മൾ അങ്ങനെ മേടിച്ചതാ. അപ്പൊ അത് നിങ്ങളെ കൂടെ ഒന്ന് കാണിക്കാന്ന് വിചാരിച്ചു. അൺബോക്സിങ് വീഡിയോ ആയിട്ടാണ് കേട്ടോ. അപ്പൊ നമ്മളിത് കെൻവുഡിന്റെ ബ്രാൻഡിന്റെയാ വാങ്ങിച്ചിരിക്കണേ. ഇത് ആക്ച്വലി സംഭവം എനിക്കൊന്ന് എങ്ങനെയാണ് ഫംഗ്ഷനും കാര്യങ്ങളും അവർ പറഞ്ഞെന്നാലും എനിക്ക് അറിയില്ല. എങ്ങനെയാണ് നമ്മൾ പഠിക്കാന്ന് വിചാരിച്ചു. ഇതിലെ പവറും കാര്യങ്ങളും ഒക്കെ 1800 വാട്ടാണ്. അത് 5.5 ലിറ്ററിന്റെയാണ് കേട്ടോ. സംഭവം ഗ്യാരണ്ടി വാറണ്ടി ഒക്കെ ഉണ്ട്. അപ്പൊ എങ്ങനെയാണ് ഇതിന്റെ ഇതെങ്ങനെ വർക്ക് ചെയ്യാന്നുള്ളത് സംഭവം ഞാൻ ഇന്ന് തുടങ്ങണം എന്നല്ല വിചാരിച്ചേ. ഞാൻ ആക്ച്വലി കുറച്ച് സ്പെഷ്യൽ എന്തെങ്കിലുമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ അപ്പൊ നിങ്ങളെ കാണിക്കാൻ ഇതെന്ന് വിചാരിച്ചു. പക്ഷെ 2 എണ്ണം സമ്മതിക്കുന്നില്ല. അവർക്ക് എന്തെങ്കിലും ഇപ്പൊ അമ്മ ഉണ്ടാക്കി തരണം ഇതിലെന്ന് പറഞ്ഞിട്ട് വാശി പിടിച്ചോണ്ടിരിക്കാം. അപ്പൊ പ്രത്യേകിച്ച് എന്റെ കയ്യിൽ ഇപ്പൊ ഉണ്ടാക്കാൻ ഒന്നുമില്ല. അപ്പൊ ഇതിന്റെ ഫംഗ്ഷൻ എങ്ങനെയാണെന്ന് അറിയണം എന്നുണ്ട്. അപ്പൊ എന്റെ കയ്യിലിരിക്കുന്നത് ഇനി ഇവർക്ക് നെഗറ്റ്സ് ആണ് കേട്ടോ, ചിക്കൻ പോപ്കോൺ. അപ്പൊ ഇത് എങ്ങനെയാണ് ഇതിൽ വർക്ക് ആവോ ഇല്ലയെന്നുള്ളത് നമുക്ക് നോക്കാം. ഓക്കെ, അപ്പൊ ഇതാണ് ഞാൻ ഇതിൽ നിന്ന് ഉണ്ടാക്കാൻ പോണത്. അതിന് മുന്നോടിയായിട്ട് ഞാനല്ല ഉണ്ടാക്കാൻ പോണത്, ഉണ്ടാക്കാൻ പോകുന്ന ആളെയും ഞാൻ വിളിക്കാം. ഞാനല്ല, കാരണം എന്ത് സാധനം പുതിയത് വാങ്ങിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ആദ്യം ഇനോഗ്രേഷൻ ചെയ്യുന്ന ഒരാളുണ്ട്. അപ്പോ ആള് വരാൻ വേണ്ടി വെയിറ്റ് ചെയ്യായിരുന്നു. അച്ഛൻ വരട്ടെ എന്ന് പറഞ്ഞ് കാത്തിരിക്കായിരുന്നു. അപ്പൊ അച്ഛൻ ഓഫീസിൽ നിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ഒരു വീഡിയോ പെട്ടെന്ന് എടുക്കാന്ന് വിചാരിച്ചു. നമ്മൾ അൺബോക്സിന് വേണ്ടി നമ്മൾ മറ്റേ ഗസ്റ്റിനെയൊക്കെ വിളിക്കണ പോലെ ഇന്ന് ഇവിടെ ഇരുന്ന് എന്നെ കാണുന്നില്ല. അത് നമുക്ക് ഇത് അൺബോക്സ് ചെയ്യാം അല്ലേ? ബാക്കിയൊക്കെ അച്ഛൻ ഉണ്ടാക്കി തരട്ടോ. വന്നിട്ട് ഇത് അൺബോക്സ് ചെയ്യാം. ബാക്കി നമുക്ക് ഇത് അങ്ങനെ ടേബിളിലേക്ക് മാറ്റണോ അതോ? അപ്പൊ തന്നെ ഒഫീഷ്യലായിട്ട് ഞാൻ വന്നത് ചെയ്ത് കൊടുത്തെങ്കിൽ ഇവർക്ക് സങ്കടമാവുന്നുള്ളത് മാത്രം ക്രെഡിറ്റ് അച്ഛനുള്ളതാണ്. എന്ത് തെറ്റ് വന്നാലും ഇനി ഇന്നോഗ്രേറ്റ് ചെയ്ത ആൾക്കുള്ളതാണ് അല്ലേ? സംഭവം എല്ലാം ചെയ്യാലേ. എന്തൊക്കെ ഫംഗ്ഷൻ എന്തൊക്കെയുണ്ട്? കേക്ക് ബേക്കിംഗ് ഉണ്ട്, ബാർബിക്യൂ, എന്തൊക്കെയുള്ളത്? ബിസ്ക്കറ്റ് മേക്കർ, കേക്ക് മേക്കിംഗ് അച്ഛൻ ഉണ്ടാക്കി തരും. നീ അങ്ങനെയൊക്കെയല്ലേ? നീ മുതൽ എല്ലാം എയർ ഫ്രയർ വാങ്ങിച്ചത് മുതൽ അച്ഛനാണ് സംഭവങ്ങൾ മുഴുവൻ. നീ എല്ലാം നമുക്ക് അച്ഛൻ കുക്ക് ചെയ്ത് തരും അല്ലേ ഏട്ടാ? അല്ലേ? ഇതൊന്ന് ഓപ്പൺ ചെയ്യോ? അതെ, ഒന്ന് പുറത്തെടുക്കും. അറ്റ്ലീസ്റ്റ് അതെങ്കിലും ഒന്ന് കാണിക്കോ. എന്നിട്ട് ഇത് കമിഴ്ത്തി വെക്കാതെ. ഓക്കെ, നമുക്കത് ടേബിളിലേക്ക് മാറ്റാന്ന് എനിക്ക് തോന്നണം അല്ലേ? നമുക്ക് അങ്ങോട്ട് വെച്ചിട്ട് ബാക്കി കാണിക്കാം. ഓക്കെ, നമ്മളതിനെ അവിടെ ടേബിളിൽ സെറ്റ് ചെയ്തിട്ടാ പ്ലഗും കാര്യങ്ങളും എല്ലാം അടുത്ത് നമുക്ക് വെക്കാൻ പറ്റും. അത് ടേബിളിലേക്ക് നമ്മൾ മാറ്റിയിട്ടുണ്ട് കേട്ടോ. അത് ഓപ്പൺ ചെയ്യണ്ടേ? അതൊന്ന് തുറന്നു വരുമോ ആദ്യം? വെറുതെ അല്ലേ. ഫ്രണ്ടിലോട്ട് യെസ്. ഒന്നും കൂടി അത് കാണിക്കൂ. അതിൻ്റെ എങ്ങനെയായിരുന്നു? ഓക്കെ, ഫ്രണ്ടിലോട്ട് അങ്ങോട്ട് പുഷ് ചെയ്തിട്ട് യെസ്. ഇതിലാണ് നമുക്കുള്ള എന്താ ചെയ്യേണ്ടത് വെച്ചാൽ അല്ലേ, ചിക്കനോ ഫ്രൈ ചെയ്യാനുള്ളതോ കേക്ക് ബേക്ക് ചെയ്യാനുള്ള സംഭവം ഇതെടുക്കുക. ഇത് ഇങ്ങനെ പൊക്കിയാൽ മതി. ഇത് തന്നെ ഇങ്ങനെ ആക്കിയിട്ട് പൊക്കാന്ന് തോന്നുന്നു. അങ്ങനെയല്ല ഇവിടെ അവിടെ അല്ല, ഇവിടെ പ്രസ് ചെയ്യാം. എന്നിട്ട് പൊക്ക.
അങ്ങനെയാണ് അവർ കാണിച്ചത്. കുമ്മിണില്ലല്ലോ. ഈ ട്രേയിലാണ് നമ്മള് അവരവിടെ നിന്ന് പറഞ്ഞു തന്നു കേട്ടോ കാര്യങ്ങള്. ഓക്കെ ഫ്രോസൺ ചിപ്സ് ഉണ്ട് 20 മിനിറ്റ്സ് 15 മിനിറ്റ്സ് ആയുള്ളത്. ഇതാണ് ഫ്രോസൺ ചിപ്സിന്റെ ഇതാണ് എടുക്കാൻ പോകുന്നത്. നമുക്ക് 15 to 20 മിനിറ്റ്സ് എടുക്കാം. നമ്മളിതേ ഞാൻ ചെയ്താൽ പോരെ. അതൊന്ന് തട്ടി മറിച്ചിട്ട് ഇത് നമ്മള് ഇതില് വെക്കാം. ജസ്റ്റ് ഒന്നത് ബ്രഷ് ചെയ്തിട്ടേ അത് ചെയ്തു. അളക്കൂ. മതി 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 മതി. കഴുകിയോ? ഇപ്പൊ പൊന്നിന്റെ എടുക്കണുണ്ട്. അത് വരട്ടെ. കൊണ്ട് വെച്ച് നോക്കട്ടോ. അറിയില്ല, നമുക്ക് ഇത് ഫസ്റ്റ് ടൈം ആയോണ്ടേ നമുക്ക് കൺഫ്യൂഷനാണ്. ആക്ച്വലി അത് സ്പ്രെഡ് ആക്കിയോ ഇതിലേക്ക് വെക്കാം അല്ലെ? അല്ല ഇതിലേക്ക് വെക്കാം അല്ലെ? ഇതൊക്കെ ഇങ്ങനെ പോലെ നമ്മുടെ കൈ മാത്രം എടുക്കുള്ളൂ. ഞാനിങ്ങനെ ഇത് ഇട്ട് നോക്കട്ടെ സക്സസ് ആവോ ഇല്ല എന്നുള്ളത് അറിയില്ല. ജസ്റ്റ് ഇത് നമുക്ക് സ്പ്രേ ബോട്ടിലൊന്നും മേടിച്ചിട്ടില്ല. അതിപ്പോ അതെല്ലാം കഴിഞ്ഞിട്ട് എടുക്കാന്ന് വിചാരിച്ചതാണ്. പക്ഷെ വർക്കായാൽ നമ്മൾ വിജയിച്ചാ അല്ല, ഇത് തെറ്റിക്കഴിഞ്ഞാൽ എന്തെന്താണെന്നറിയോ? വർക്കായില്ലെങ്കിൽ ഇത് അച്ഛന്റെ തെറ്റാ പറയുന്നത്. അച്ഛനാണല്ലോ അല്ല, അച്ഛൻ ബ്രഷൊക്കെ വെച്ച് ഭയങ്കര അതിലേക്ക് വെക്കാൻ പോണ. യെസ് ഈശ്വര, ഇവിടെ ഓണാണോ? ലോക്ക് ചെയ്യണേ. യെസ്, നീ വർക്ക് ചെയ്യണം. ഓണാക്കും. ചില്ലി ഫ്രൈ ഡീപ് ഫ്രൈ ആണ് നമ്മൾ ചെയ്യേണ്ടതുകൊണ്ട് നമ്മള് ഇതിലാണോ വെക്കണം? 15 to 20 മിനിറ്റ്സിലാണ് വെക്കാൻ. ആണോ? ഇവിടെ ഇതിന്റെ 15 to 20 ആണ്. അതാണ് കാണുന്നത്. ഫ്രോസൺ ചിപ്സിന്റെ 15 to 20 ആണ്. അതിന്റെ എംബ്ലം ഇവിടെ ഉണ്ട്. ഇതാണ് ഓൺ ആക്കട്ടെ. ഓൺ ആക്കി. ഓക്കെ, ഓൺ ആയ എവിടെയെങ്കിലും വല്ല ലൈറ്റ് കത്തുണ്ടോ? ഇതിലും കത്തില്ലല്ലോ. അപ്പൊ ഇതാണ് ഫ്രോസൺ ചിപ്സിന്റെ എംബ്ലം. ഇതിൽ പ്രസ് ചെയ്യാം. ഇല്ല കേട്ടോ, അതിൽ കാണിക്കും. അതിൽ തന്നെ കാണിക്കും. ഏറ്റവും വലിയ വിറ്റ് എന്നറിയോ? ഇത് കാണിക്കുന്നില്ല. ഇത് മാറ്റുമോ? അപ്പൊ നമുക്കതില് 180യോ 200 അല്ലേ വരണ്ടേ? 180യിലാണോ ഉണ്ടാക്കണേ? അത് ഓണായി വർക്കായി തുടങ്ങി. പക്ഷെ എങ്ങനെ 180 ഇതിലേക്ക് മാറ്റിയേ? അവിടെ പ്രസ് ചെയ്യാ. ടെമ്പറേച്ചർ കൂട്ടാന് കുറയ്ക്കാന് ഇതായിരിക്കും. ടെമ്പറേച്ചർ കൂട്ടുന്ന ഒന്ന് ജസ്റ്റ് ഒന്ന്. യെസ്, 200 യെസ്. ഓ, അപ്പൊ പഠിച്ചു. ഇത് ടെമ്പറേച്ചർ കൂട്ടാന് കുറയ്ക്കാൻ. ഇതൊക്കെ അറിയുന്നവര് അല്ലേ? 15 to 20 മിനിറ്റ്സ് ടൈം കൂട്ടണം. അപ്പൊ ടൈം കൂട്ടൽ ഇതായിരിക്കും. അതെ, 15 മിനിറ്റ് മതി. 20 മിനിറ്റ്സ് വെക്കാം. കരിഞ്ഞത് കിട്ടുമെന്ന് അറിയില്ല. നോക്കാം നമുക്ക്. അതല്ല, അതില് ലൈറ്റ് കത്ത് അങ്ങനെയൊക്കെയാണ് വീഡിയോയിലൊക്കെ കണ്ടിരിക്കണം കേട്ടോ. അപ്പൊ എന്തായാലും അത് എന്തായി തീരും വരെ അറിയില്ല. ഫസ്റ്റ് എന്തായി തീരും അറിയില്ല കേട്ടോ. നമ്മൾ വെക്കണമെന്നൊന്നുമില്ലല്ലോ അല്ലെ? അത് വർക്കായിക്കോളും. അത് തന്നെ കഴിഞ്ഞ് കഴിഞ്ഞാല് ടൈം കഴിഞ്ഞ് കഴിഞ്ഞാൽ ഓഫ് ആവും അല്ലേ? ഓണാവും. ഇതിപ്പോ ചെറിയൊരു കാര്യമായിരിക്കും, നമുക്കിത് ശീലമില്ലല്ലോ. ഇപ്പൊ എല്ലാവരും പോയിട്ടോ. 20 മിനിറ്റ് ഓപ്പൺ ചെയ്യും. ഉണ്ണിക്കാണല്ലോ ഇത് അല്ലേ? ഈ ഉണ്ണി കാരണാണ് കേട്ടോ ഓപ്പൺ ചെയ്ത്. അവനിപ്പോ എന്താ ചെയ്ത് അല്ലേ? അപ്പൊ എന്താ ശരി, കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം അല്ലേ? ഓഫ് ആയിട്ടുണ്ട്. അപ്പൊ നമുക്ക് എടുത്തു നോക്കാം. അല്ല, എന്തായാലും ഞാൻ വീഡിയോ കാണിക്കും കേട്ടോ. ഇനി അത് ഫ്ലോപ്പ് ആയാലും വീഡിയോ ഇടുന്നതായിരിക്കും. അല്ലാതെ ഇത് വെറുതെ ഒരു പവർ കാണിച്ചിട്ട് കാര്യമല്ലോ.
ടൻ 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 ടൻ. അയ്യേ കണ്ടുപോയി. ഇല്ല ഇല്ല, അയ്യോ ഇല്ല ഇല്ലടാ, അത് അങ്ങനെയല്ലേ, അവിടെ നിന്ന് അത് കംപ്ലീറ്റ് എടുക്കരുത്. ആ കരിഞ്ഞ ഒരു മണക്കുണ്ടോ, ഇത്രയ്ക്ക് എടുക്കണ്ടായിരുന്നു അല്ലേ. അങ്ങനെയല്ല, അതിലേക്ക് തന്നെ വെക്കൂ, ചൂട് നോക്കണേ. അത് ഇങ്ങോട്ട് വലിച്ചിട്ട് കീഴ്പോട്ട് വലിച്ച് അയ്യോ യെസ്. ഇനി അത് പ്രസ് ചെയ്യും. ഇനി അത് മേപ്പോട്ട് ഒന്ന് പ്രസ് ചെയ്യും അങ്ങനെ. അതെയോ? എന്നാ വെച്ചു, താഴെ വെച്ചോണ്ട് കുഴപ്പമില്ല. ഇനി അതൊന്ന് നോക്കിയേ, നോക്കട്ടെ ഇതിലേക്ക്. അതാ പ്ലേറ്റിലൊക്കെ അവിടെയൊക്കെ ആവണു. എന്നാ ഇത് ഇതെങ്ങനെയാണ് കേട്ടോ, കുഴപ്പമൊന്നുമില്ല. വിത്തൗട്ട് ഓയിൽ. അതെ, നോക്കിയ ടേസ്റ്റിന്. അയ്യോ കുറച്ച് റഫ്, എന്നാലും സാറില്ല, നല്ല ടേസ്റ്റ് ഉണ്ടാവും. അത് അവിടെ വെക്കാൻ പറ്റുമോ? അത് ഓഫ് ചെയ്യട്ടെ. ഓക്കെ, ഇനി ഇത് ടേസ്റ്റ് ചെയ്താലാണ്. സോസ് എവിടെയാടാ നോക്കട്ടെ. ഞാൻ അങ്ങനെ കഴിച്ചിട്ട് പറയേ. കരിഞ്ഞോ? അതൊരു ഓയിലി എന്നല്ല കേട്ടോ, നല്ല അല്ല. ടേസ്റ്റ് കുറവുണ്ടോ? ഉണ്ടോ? എനിക്ക് എന്താ തോന്നണ? ഇല്ല കേട്ടോ, കരിഞ്ഞിട്ടൊന്നുമില്ല, കറക്റ്റാണ്. അത് ഡീപ് ഫ്രൈ അല്ല, അവർക്ക് ഡീപ് ഫ്രൈ ചെയ്തിട്ടല്ലേ. Maybe 15 minutes മതിയാവും. 20 minutes വെച്ചില്ലേ? അപ്പോൾ ഇതിനെ കുറിച്ച് കൂടുതൽ അറിയുന്നവര് കമന്റ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അതുപോലെ ഉണ്ടാക്കുന്നതായിരിക്കും അല്ലേ. നമ്മൾ ഫസ്റ്റ് ടൈം അല്ലേ, നമുക്ക് ഇതിനെ കുറിച്ച് അറിയില്ല. അപ്പം ഇനി അടുത്ത ചിക്കനൊക്കെ വാങ്ങിച്ചിട്ട് നമ്മൾ അടിപൊളിയാക്കും അല്ലേ. ഓക്കെ, നമുക്ക് ആ ഡീപ് ഫ്രൈ ചെയ്തിട്ടുള്ള ശീലമായതുകൊണ്ട് ഇതൊരു ടേസ്റ്റിനല്ലേ. അത്ര വലിയ ടേസ്റ്റ് ഒന്നും അപ്പൂനെ ഇഷ്ടപ്പെട്ടില്ല ഫേസ് കാണുമ്പോൾ. ഓക്കെ, കുഴപ്പമില്ല, കഴിക്കാൻ പറ്റാത്ത ബുദ്ധിമുട്ടൊന്നുമില്ല. പക്ഷെ നമുക്ക് ശീലം ചെയ്യാത്തതിൻ്റെ ഒരു ബുദ്ധിമുട്ടുണ്ട് അല്ലേ. എല്ലാം ഡീപ് ഫ്രൈ ആയിട്ട് ചെയ്തിട്ടേ കഴിച്ചിട്ടേ അത്രേ ഉള്ളൂ. എന്തായാലും അപ്പോൾ വലിയ ബോറില്ലാതെ സക്സസ് ആയിട്ടുണ്ട്. അപ്പോൾ ബാക്കി നമ്മൾ ഉണ്ടാക്കുന്ന ഓരോ ഡിഷുകൾ എല്ലാം മുന്നോട്ട് ഉണ്ടാക്കുന്നതായിരിക്കും. കുഴപ്പമില്ല, കുക്കറാ. അപ്പൊ എന്തായാലും അടുത്ത വീഡിയോ കാണുന്നവരേക്കും ബൈ.